ഹലോ മക്കളെ, 2024 വർഷം സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം എൻ്റെ ലൈഫിൽ ഏറ്റവും ഹാപ്പിയസ്റ്റ് ദിവസം ഇന്ന് തന്നെയാണ്. ഇത് പറയാൻ മൾട്ടിപ്പിൾ കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാനിവിടെ പറയാൻ പോകുന്ന പോലെ തന്നെ ഓരോ ചോദ്യവും ഇന്നത്തെ SSLC ഫിസിക്സ് പബ്ലിക് എക്സാമിൽ വന്നത് നമ്മൾ പഠിച്ചത് മാത്രമാണ്. 20 ചോദ്യങ്ങളും എങ്ങനെയാണ് നമ്മൾ പഠിച്ചതിൽ നിന്ന് മാത്രം വന്നെന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരും. വിത്ത് പ്രൂഫ്, വിത്ത് സ്ക്രീൻഷോട്ട്സ് ഞാൻ കാണിച്ചു തരും. അത് എനിക്ക് ഭയങ്കര സന്തോഷം തന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ എല്ലാവരുടെയും മെസ്സേജസ്, ഇഷ്ടംപോലെ മെസ്സേജസ് ആണ് നമ്മുടെ യൂട്യൂബ് കമൻറ്റ് ബോക്സ്, ഇൻസ്റ്റാഗ്രാം ഞാൻ നോക്കാറില്ല നിങ്ങൾക്കറിയാം. അപ്പോൾ അലൻ സാറിനും അർച്ചന മിസ്സിനൊക്കെ ഇഷ്ടംപോലെ കുട്ടികളാണ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊന്ന് എഫേർട്ട് വേസ്റ്റ് ആയില്ല അലക്സ് സാറ്, താങ്ക്സ് അർച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഓരോന്നായിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയം കിട്ടിയില്ല, ബാക്കി പിന്നീട് വായിക്കണം. മൂന്നാമത്തെ കാര്യം, ആ 10 മണിക്കൂറിൻ്റെ ലൈവ് അത് ഒരു രീതിയിലും വേസ്റ്റായില്ല എന്ന് മാത്രമല്ല, അതെല്ലാ രീതിയിലും വേർത്തായിരുന്നു. അത് ഒരു സംശയമില്ല. 10 മണിക്കൂർ ലൈവ് അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം, അതിൽ നിന്നല്ലാത്ത ഒരു ചോദ്യം പോലും, അതിൽ പഠിപ്പിച്ച തിയറിയിൽ നിന്നും അതിൽ നിന്ന് പഠിപ്പിച്ച ക്വസ്റ്റ്യൻസിൽ നിന്നും അല്ലാത്ത ഒരു ചോദ്യം പോലും ഇന്നത്തെ പേപ്പറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അത് സിൻസിയറായിട്ട് അറ്റൻഡ് ചെയ്ത കുട്ടിയാണെങ്കിൽ മക്കളെ, മുഴുവൻ മാർക്കും ആയിരിക്കും നിങ്ങൾക്ക് ഇന്ന് കിട്ടാൻ പോകുന്നത്. പിന്നെ ചിലരിപ്പോൾ ചോദിക്കും, സാർ 10 മണിക്കൂർ പഠിപ്പിച്ചാൽ പിന്നെ അതിൽ നിന്നല്ലാണ്ട് പിന്നെ ചോദ്യം വരുമോ എന്ന ചോദ്യത്തിന് മക്കളെ ഒറ്റ ഉത്തരം എനിക്ക് പറയാനുള്ളൂ. ഞാൻ 10 മണിക്കൂറല്ലേ പഠിപ്പിച്ചുള്ളൂ. ഒരു വർഷം പഠിപ്പിച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് അല്ലല്ലോ കാണിക്കുന്നത്. ആ ഒരൊറ്റ ലൈവിൻ്റെ കാര്യമല്ലേ പറയുന്നത്. ഒരു വർഷം മുഴുവൻ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ 10 മണിക്കൂർ കൊണ്ട് സിൻസിയറായിട്ട് പഠിപ്പിച്ചിട്ടല്ലേ. വെറുതെ എന്തെങ്കിലും കോമഡി കാണിച്ചിട്ടൊന്നുമല്ല. കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു തന്ന് അത് റിവൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ദിവസം സമയവും കംപ്ലീറ്റ് തന്ന് അതിൽ പല കുട്ടികൾ റിവൈസ് ചെയ്തു എന്ന് എനിക്കറിയാം. അന്ന് ലൈവ് ഫുള്ളായിട്ട് കണ്ടവർ പലരും റിവൈസ് ചെയ്ത് ആ സമയം തന്നിട്ടാണ് നിങ്ങളെ പരീക്ഷ ഹാളിലേക്ക് പറഞ്ഞു വിട്ടത്. അപ്പോൾ ഈ 3 കാരണങ്ങളുണ്ട് ഞാൻ എക്സ്ട്രീംലി ഹാപ്പിയാണ്. നിങ്ങളുടെ സ്ഥിതി എന്താണ്, നിങ്ങളുടെ ഇന്നത്തെ പരീക്ഷയുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു, തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ചില കമൻറ്റ്സൊക്കെ വായിച്ചതിൽ കുട്ടികൾ കൊടുത്തത്, സാർ എക്സാം ടഫായിരുന്നു, എൻ്റെ ഫ്രണ്ട്സിന് എക്സാമിനർ ക്ലാസ് കണ്ടതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല, അവരെന്തുകൊണ്ടാണ് ടഫ് എന്ന് പറയുന്നത് എനിക്കറിയില്ല. ഇത് ഞാൻ വെറുതെ ഉണ്ടാക്കി പറയാം കേട്ടോ. ഞാനതിൻ്റെ സ്ക്രീൻഷോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, വേറെ PDF-ലായി പോയി. ജസ്റ്റ് നിങ്ങൾ പോയിട്ടല്ല, ഇന്നലത്തെയും 10 hours ലൈവിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പോയി ലേറ്റസ്റ്റ് കമൻറ്റ്സ് അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിട്ട കമൻറ്റൊന്നുമല്ല, പിള്ളേരിടുന്ന കമൻറ്റാണ്. അല്ല, മനസ്സിലായില്ല, ഞാൻ വെറുതെ അടിച്ച് വിടുമ്പൊന്നുമല്ല. അപ്പോൾ എടുത്ത് നോക്കുക. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻസ്, 9ാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ട്രിക്കി ആയിരുന്നു, 11ാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ട്രിക്കി ആയിരുന്നു. ബാക്കിയുള്ള ചോദ്യങ്ങളും ഭയങ്കര ഈസി എന്നൊന്നും പറയാനില്ല. വാരിത മാർക്ക് ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞുള്ള ചോദ്യങ്ങളല്ലേ, കുറച്ച് ചിന്തിക്കേണ്ട ചോദ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നന്നായിട്ട് പഠിച്ചൊരു കുട്ടിക്ക്, നന്നായിട്ട് പോട്ടെ, ഒരു വർഷം മുഴുവൻ പഠിച്ച വരെ ഞാൻ പറയുന്ന പോലുമില്ല, ആ 10 മണിക്കൂറിൻ്റെ ലൈവും പിന്നെ ഇന്നലത്തെയും ഇന്ന് രാവിലത്തെയും ലൈവ് കണ്ട കുട്ടിക്ക്, അത് മാത്രം ചെയ്ത കുട്ടിക്ക് ഫുൾ മാർക്കും പോട്ടെ, ഫുൾ മാർക്കിന് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം പോട്ടെ, A+ എന്തായാലും നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ ലൈവ് കണ്ട കുട്ടിയാണെങ്കിൽ, എക്സാമിനറിലെ ലൈവ് കണ്ട് പഠിച്ച കുട്ടിയാണെങ്കിൽ മക്കളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം നിങ്ങൾ ലൈവും കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം. ഇന്നൊരു 10 മിനിറ്റ് അല്ല ലൈവ് കണ്ടുള്ളൂ. പലരും എന്താണ് 10 മണിക്കൂർ 10 മിനിറ്റ് ലൈവ് കണ്ടിട്ട് പോയിട്ടുണ്ടാവും. അതല്ല ഞാൻ പറയുന്നത്, മുഴുവനായിട്ട് കണ്ടെന്നുള്ള കാര്യം കൂടി പറയണം. സാർ ഞാൻ കണ്ടു എന്നുള്ള കാര്യം പറയണം. അങ്ങനെ കണ്ടവർക്ക് ഒരു സംശയം ഉണ്ടാവില്ല മക്കളെ, ഇന്നത്തെ പരീക്ഷയിൽ A+ അല്ലാണ്ട് മറ്റൊരു ഗ്രേഡ് ഉണ്ടാവില്ല. അത് ഞാൻ അവിടെ കാണിച്ചു തരും. ഓക്കെ, പണി സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ചിലപ്പം ഇപ്പോൾ വിചാരിക്കും അലക്സ് സാറ് ഭയങ്കര അടിപൊളി. അതൊക്കെ ശരിയാണ്, കുറച്ച് അടിപൊളിയൊക്കെ തന്നെ ആയതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. പിന്നെ വേറെ കാര്യങ്ങളുണ്ട്. പരീക്ഷാ പേപ്പർ കുറച്ച് ഈസിയായി വന്നു അല്ലേ, നമ്മളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിച്ചില്ല. കാരണം വേണമെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടിക്കായിരുന്നു. അപ്പോൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനോട് നമുക്ക് എന്താണ് ഒരു താങ്ക്സ് പറയണം. പരീക്ഷാ പേപ്പർ സിമ്പിളാക്കിയത് കൊണ്ട് അങ്ങനെയൊന്നല്ല ഉദ്ദേശിച്ചത്. നിങ്ങളെ കഷ്ടപ്പെടുത്തിയില്ല അല്ലേ. നമ്മുടെ +1 മാത്സ് പരീക്ഷയിലൊക്കെ വെറുതെ അനാവശ്യമായിട്ട് നിങ്ങളുടെ +1 വിദ്യാർത്ഥികൾ, ചേട്ടന്മാരെ ചേച്ചിമാരെയൊക്കെ വെറുതെ കഷ്ടപ്പെടുത്തി. അങ്ങനെ നിങ്ങളെ കഷ്ടപ്പെടുത്തിയിട്ടൊന്നുമില്ല. മോഡൽ എക്സാമിനും കുറച്ച് കഷ്ടപ്പെട്ടിരുന്നായിരുന്നു, പക്ഷേ ഇതിൽ അത്ര കഷ്ടപ്പെടുത്തിയിട്ടൊന്നുമില്ല. 1-2 ചോദ്യങ്ങൾ ഇതുണ്ടായിരുന്നു. ഒരു ചോദ്യത്തിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അത് പോട്ടെ എന്ന് വിചാരിക്കാം. കാരണം അത് അത്ര ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാവില്ല കുട്ടികൾക്ക്. എങ്കിൽ പോലും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല. രണ്ടാമത് നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങൾ ചിലപ്പം 10 മണിക്കൂർ ലൈവ് കണ്ട് ചിലപ്പോൾ അലക്സ് സാറ് പഠിപ്പിച്ചുകൊണ്ട് മാത്രമാണ്, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ പഠിപ്പിച്ചതും നിങ്ങളെ ഹെൽപ്പ് ചെയ്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാകും. നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ്, നിങ്ങളുടെ പേരൻസ്, നിങ്ങളുടെ ചിലപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളുടെ ട്യൂഷൻ പോകുന്ന കുട്ടികളാണ് ട്യൂഷൻ ടീച്ചേഴ്സ്. ഇപ്പോൾ ലക്ഷ്യ ബാച്ചിലൊക്കെ പഠിച്ച കുട്ടികളാണെങ്കിൽ ബാക്കിയുള്ള ടീച്ചേഴ്സ്, അല്ലെങ്കിൽ ദിൽഷാമിസ് അടക്കം നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒക്കെ എഫേർട്ടാണ് ഇതിലേക്ക് എത്തിച്ചത്. അല്ലാണ്ട് ഒരൊറ്റ ലൈവിൻ്റെ ഇതിൽ മാത്രമാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ആ ലൈവ് എഫേർട്ട്, ഞാനെടുത്ത എഫേർട്ടും നിങ്ങളെടുത്ത എഫേർട്ടും വേർത്തായി എന്നുള്ള കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ആദ്യം അലൻ സാറിനോട് ഈ ഐഡിയ 10 മണിക്കൂർ ഐഡിയ പറഞ്ഞപ്പോൾ
ഞാൻ തന്നെ ആലോചിച്ചിരുന്നു, പറഞ്ഞത് ഞാൻ തന്നെ ആലോചിച്ചു, വേണോ പിള്ളേർക്ക് താങ്ങാൻ പറ്റുമോ, വെറുതെ ഇങ്ങനെ ഓവർ പിള്ളേരെ പേടിപ്പിക്കുന്ന പോലെ ആവുമോ എന്നൊക്കെ ഞാൻ ആദ്യം കുറേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ചിന്തിച്ച് അവസാനം വരെ ആക്ച്വലി ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, വേണോ വേണ്ടയോ, 5 മണിക്കൂർ മതിയോ, അങ്ങനെ കാരണം കുറേ ചിന്തിച്ചിട്ടാണ് അവസാനം വേണ്ട, ചെയ്ത് കളയാം, 10 മണിക്കൂർ ഫുള്ള് പഠിപ്പിക്കാം, ചോദ്യം വരികയാണെങ്കിൽ പിള്ളേർക്ക് നല്ലതല്ലേ എന്നൊക്കെ വിചാരിച്ച് ചെയ്താണ്. അതെന്തായാലും വേർത്തായി. ഇനിയിപ്പോൾ മക്കളെ ഡയലോഗൊന്നും കൂടുതൽ പറയുന്നില്ല, നേരെ എന്ത് ചെയ്യാം, ആൻസർ കീയിൽ കിടക്കാം. ഒരൊറ്റ കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഞാൻ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ലൈവിൽ പോലും ഞാൻ എക്സാമിനറിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്ന് ഒരിക്കലും പറഞ്ഞില്ല. അലൻ സാർ വന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. കാരണം എനിക്ക് തോന്നിയിട്ടില്ല ഞാനത് പറയാൻ അർഹിക്കുന്നുണ്ടെന്ന്. അല്ല, നിങ്ങളോട് അത് കോൺഫിഡൻസോട് പറയാൻ ഒരു 100% കോൺഫിഡൻസ് ഇല്ലായ്മയല്ല, അന്ന് ഞാനത് ഡിസേർവ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് എനിക്കത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. എനിക്കിന്ന് പറയാം, മക്കളെ കയറി വാ +1ലേക്ക്. അഗ്നി ബാച്ച് ആയിക്കോട്ടെ, പൃഥ്വി ബാച്ച് ആയിക്കോട്ടെ, ജ്വാല ബാച്ച് ആയിക്കോട്ടെ, യോധ ബാച്ച് ആയിക്കോട്ടെ, ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സുകൾ ഇതേ എഫക്റ്റീവ്നെസ്സിലാണ് കിട്ടാൻ പോകുന്നത്. കാരണം ഇതേ ടീച്ചേഴ്സാണ് അവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. പിന്നെ +1ൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ട്, +1 ചാനൽ പോയി നോക്കിയാൽ മതി. രാവിലെയും വൈകുന്നേരമായിട്ട് ലൈവുകൾ നടക്കുന്നുണ്ട്. നാളെ എൻ്റെ ലൈവ് അവിടെ സ്റ്റാർട്ട് ചെയ്യും. കാരണം ഫിസിക്സ് പരീക്ഷ 10ാം ക്ലാസ്സിൽ കഴിഞ്ഞു. +1 ഇനി ഫിസിക്സിൻ്റെ യുദ്ധം സ്റ്റാർട്ട് ചെയ്യണം നാളെ മുതൽ. അതൊന്ന് പോയി നോക്കിയാൽ മതി, പിള്ളേരുടെ പവറും അതിലെ കമൻറ്റ് സെക്ഷനൊക്കെ. ഓക്കെ, അപ്പോൾ +1 നമുക്കിനി കാണണം. അപ്പോൾ എക്സാമിനറിൻ്റെ ക്ലാസ് എഫക്റ്റീവായി തോന്നിയെങ്കിൽ ഫീസിൻ്റെ കാര്യമൊക്കെ അറിയാം, എന്ത് കിട്ടുമെന്ന് അറിയാം, ആര് പഠിപ്പിക്കുന്ന അറിയാം, അതൊക്കെ ഒത്തു വരികയാണെങ്കിൽ ജോയിൻ അടിച്ചോ. കൂടുതലൊന്നും പറയുന്നില്ല, ആൻസർ കീയിലേക്ക് അടക്കാം. മക്കളെ എല്ലാത്തിൻ്റെയും സ്ക്രീൻഷോട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ ഇൻഡയറക്റ്റ് ആയിട്ട് വന്നത്, പക്ഷേ അതിനുള്ള കാര്യം കൂടെ, അത് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യം കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതാ ചോദ്യം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. എനിവേ ഓരോരോ ചോദ്യങ്ങൾ ഞാൻ നോക്കാം മക്കളെ. നിങ്ങൾക്ക് ആൻസർ കീ ചെക്ക് ചെയ്യേണ്ടവർക്ക് ചെക്ക് ചെയ്യാം. ഐഡന്റിഫൈ ദ റിലേഷൻ, ഗ്രീൻ എനർജി, ഇഷ്ടംപോലെ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഒരു വലിയ ടേബിൾ തന്നിട്ട് ഞാൻ ഓരോന്ന് ഗ്രീൻ ആണോ ബ്രൗൺ ആണോ എന്നുള്ള ഐഡന്റിഫൈ ഉള്ള പരിപാടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം ഏത് വിൻഡെന്നോ സോളാറിനോ ഹൈഡ്രോ ഇലക്ട്രിക്കെന്നോ ബയോഗ്യാസിനോ ബയോമാസെന്നോ എന്ത് എഴുതി വെച്ചാലും കുഴപ്പമില്ല, ടൈഡൽ എനർജിന്നോ എല്ലാം ഗ്രീൻ എനർജിയാണ്. നെക്സ്റ്റ് നിയർ പോയിന്റ് 25 സെൻറ്റിമീറ്റർ ആണ്, ഫാർ പോയിന്റ് നോട്ട് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ അടുത്തുള്ള സാധനം കാണാൻ പറ്റും, ദൂരെയുള്ള സാധനം കാണാൻ പറ്റത്തില്ല. അതെന്താ പ്രശ്നം? മയോപ്പിയ. അത് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാ ഫാർ പോയിന്റ് ലെസ്സർ ദാൻ ഇൻഫിനിറ്റി, ഇതിൻ്റെ മണ്ടയിൽ എഴുതിയിരിക്കുന്ന മയോപ്പിയ എന്നാണ്. മയോപ്പിയയുടെ ഫീച്ചേഴ്സാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിച്ചതാണ്. ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും വന്നിട്ടില്ല, എന്നാലും പോട്ടെ. നെയിം ദ പ്രോസസ് ഇൻ വിച്ച് ന്യൂക്ലിയർ ഗ്രേറ്റർ മാസ് സ്പ്ലിറ്റ് ഇൻ ലൈറ്റർ ന്യൂക്ലിയർ പഠിപ്പിച്ചിട്ടുണ്ട് മക്കളെ. ന്യൂക്ലിയർ ഫിഷൻ, ദ പ്രോസസ് ഓഫ് സ്പ്ലിറ്റിംഗ് ഹെവി ന്യൂക്ലിയസ് ടു റിലീസ് എനർജി. ഹെവി ന്യൂക്ലിയസ് 2 ചെറിയ ന്യൂക്ലിയസ് ആവുന്ന പ്രോസസ്സ് എന്താണ് മക്കളെ? ന്യൂക്ലിയർ ഫ്യൂഷൻ അല്ല, ഫിഷൻ ആയിരുന്നു. എഴുതി വെച്ചവർക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. പവർ സെയിം ക്വസ്റ്റ്യൻ നമ്പർ മാറി വന്നിട്ടുണ്ട്. +1D ഞാൻ ചെയ്തത്, +2D ചെയ്ത്, +2D ആകുമ്പോൾ ആൻസർ F = 0.5 ആണ്. സെയിം ചോദ്യം നമ്പർ മാറ്റിയിട്ട്. നെക്സ്റ്റ്, ദ വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് ഓഫ് 3 കൂളും ബിറ്റ്വീൻ പോയിന്റ്സ് X and Y. നമ്മുടെ ലൈറ്റ് കുറച്ച് കൂടുതലാണോ? ലൈറ്റ് കുറച്ചേക്കാം. നമ്മുടെ ലൈവ് ക്ലാസ് ഓർമ്മയായിരുന്നു. സാർ ലൈറ്റ് കുറയ്ക്കേ, ലൈറ്റ് കുറയ്ക്കേ. ഡാർക്കായി പോയാ പോട്ടെ, സാരല്ല, ലൈവ് ക്ലാസ്സിന് ഓർമ്മയായിരുന്നു. ഓക്കെ, അത് മതി. സെയിം ക്വസ്റ്റ്യൻ നമ്പർ മാറ്റി വന്നിരിക്കുന്നു. വർക്ക് ഡൺ ടു മൂവ് വർക്ക് ഡൺ ടു മൂവ് 2 കൂളും ചാർജ്. ഇതാ ഈ ഫോർമുല ഉപയോഗിക്കാൻ പറ്റും. സെയിം ചോദ്യം നമ്പർ മാറ്റി വന്നു. സെയിം ചോദ്യം ഞാൻ പറഞ്ഞു, ഇത് വന്നിരിക്കുന്നു പറഞ്ഞു. ഇതാ സെയിം സാധനം ഇതേ സാധനം നമ്മൾ ചെയ്തതാണ്. പക്ഷേ ഭാഗ്യത്തിന് ഇവിടെ എന്ത് ചോദിച്ചില്ല, ഭാഗ്യത്തിനൊന്നും പറയാനില്ല. ഇവിടെ എന്ത് ചോദിച്ചില്ല, എവിടേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നു ചോദിച്ചില്ല. ഏത് റൂളാണ് ഉപയോഗിക്കേണ്ടത് പറഞ്ഞില്ലേ മക്കളെ. ലയണൽ മെസ്സി മോട്ടോർ പ്രിൻസിപ്പിളാണ് സാധനം, അത് ഐഡന്റിഫൈ ചെയ്യാനുള്ള ടെക്നിക്കും പറഞ്ഞതല്ലേ. മോട്ടോർ പ്രിൻസിപ്പിളാണ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ഫ്ലെമിംഗിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ. മെത്തേഡ്സ് ടു റിവേഴ്സ് ഡയറക്ഷൻ ഓഫ് മോഷൻ, എന്തിനൊക്കെയാണ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഡിപ്പെൻഡ് ചെയ്യാമെന്ന് വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചാണ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. മാഗ്നറ്റിക് ഫീൽഡിനും കറണ്ടിനെയും. അപ്പോൾ റിവേഴ്സ് ഡയറക്ഷൻ മാഗ്നറ്റിക് ഫീൽഡ്, റിവേഴ്സ് കറണ്ട് അല്ലെങ്കിൽ കറണ്ട് മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ള വാക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ അവിടെ മാർക്ക് വന്നോളൂ കേട്ടോ. പിന്നെ ഇതെല്ലാം ഇതേപോലെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ രീതിയിൽ ആ കീവേഡ്സ് അവിടെ ഉണ്ടായാൽ മതി, അത്രയേ ഉള്ളൂ. ക്ലിയർ ആണ് മക്കളെ. അടുത്ത ചോദ്യം പിടിക്കുക. മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഫോംഡ് ഓൺ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. റൈറ്റ് ദ ലോ ആൻഡ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ. ഏതാണല്ലോ മാഗ്നറ്റിക് ഫീൽഡ് ചുറ്റുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാം. അല്ല, കറണ്ട് ക്യാരിങ് ചുറ്റുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയല്ലേ മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എഴുതി വെക്കുക. പഠിപ്പിച്ചതാണ്. സ്റ്റേറ്റ്മെന്റ് അടക്കം. സ്റ്റേറ്റ്മെന്റ് ചോദിച്ചില്ല വായത്തിന്, പക്ഷേ സ്റ്റേറ്റ്മെന്റ് വേറെ റൈറ്റത്തിന് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് കാണാം. റൈറ്റ് ടു അല്ല, ഇവിടെ സ്റ്റേറ്റ്മെന്റ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. ദ സ്റ്റേറ്റ് ദ റൂൾ പഠിപ്പിച്ചതാണ്. സ്റ്റേറ്റ്മെന്റ് ലെഫ്റ്റ് ഹാൻഡ് റൂളിന് റൈറ്റ് ഹാൻഡ് റൂളിൻ്റെ ഒക്കെ സ്റ്റേറ്റ്മെന്റ് പഠിപ്പിച്ചാണ്. പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വന്നിട്ടുണ്ട്. സ്റ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ് ചെയ്തവർക്ക് ഭാഗ്യം. 2 methods to increase strength of current by current carrying conductors. കറണ്ട് കൂട്ടുക, നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക, ഇൻസേർട്ട് സോഫ്റ്റ്വെയർ കൊടുക്കുക. ഇവിടെ നല്ല വ്യക്തമായിട്ട് 3 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതിൽ എത്ര എണ്ണം അവർ ചോദിച്ചിരിക്കും? 2 എണ്ണം. ഇതിൽ 2 എണ്ണം കൂടെ എഴുതി വെച്ചാൽ മതി. കറണ്ട് കൂട്ടുക എന്നുള്ള എഴുതി വെച്ചാൽ തന്നെ അവിടെ കിട്ടി. നെക്സ്റ്റ്, മൈക്രോഫോണിൻ്റെ വർക്കിംഗ് 3 സ്റ്റെപ്പേ ഉള്ളായിരുന്നു. 3 സ്റ്റെപ്പും പഠിച്ചവർക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും.
ഫസ്റ്റ് സൗണ്ട് എനർജി എത്തുന്നു, ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നു, വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുന്നു, ഇലക്ട്രിക്കൽ സിഗ്നലായി മാറുന്നു. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ് മക്കളെ? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുതകാന്തിക പ്രേരണമാണ്. കഴിഞ്ഞു, അടുത്ത പിടി. അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിച്ചാണ്. ഇതിൻ്റെ മുകളിലുള്ള സ്ലൈഡൊക്കെ, ഇതിന് മുകളിലുള്ള ഷോർട്ട് നോട്ട്സിൽ എല്ലാം ഉണ്ടായിരുന്നു. ആ വെറുതെ ഷോർട്ട് നോട്ട്സ് മാത്രം നോക്കി പോയപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 80% മാർക്ക് വെറുതെ കിട്ടിയിട്ടുണ്ടാവും. നെക്സ്റ്റ് ഫിഗർ ഷോസ്. ഇത് കുറച്ച് പേരെ ബുദ്ധിമുട്ടിച്ചു. പക്ഷേ നിങ്ങൾ ആലോചിച്ചു ഇതിലിപ്പോൾ എന്താ അത്ര ബുദ്ധിമുട്ട്? ഈ പ്രിസം നേരെ തിരിച്ചു തന്നേ ഉള്ളൂ. എടോ ഇങ്ങനെ വെക്കേണ്ട സാധനം നിങ്ങൾ ഇങ്ങനെ തന്നേ ഉള്ളൂ. നിങ്ങൾ തലകുത്തനെ പേപ്പർ പിടിച്ചാൽ പോരെ. പേപ്പർ കുത്തനെ പിടിച്ചാൽ സാധാരണ പോലെ ആയില്ലേ. എന്നിട്ട് നിങ്ങൾ വരച്ചാൽ നിങ്ങൾക്ക് കിട്ടുമായിരുന്നു. ഇതാ റെഡ് കുറച്ച് ഡീവിയേഷൻ, വയലറ്റ് കൂടുതൽ ഡീവിയേഷൻ, വയലറ്റ് ഇവിടുത്തെ, റെഡ് ഇവിടെ അത്രേ ഉള്ളൂ. പേപ്പർ തലകുത്തനെ പിടിക്കുക. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റിയിട്ടുണ്ടോ എനിക്ക് അറിയില്ല. പക്ഷേ ഒക്കെ വ്യക്തമായിട്ട് പഠിപ്പിച്ചാണ്. റെഡിന് കുറച്ച് ഡീവിയേഷൻ, വയലറ്റിന് കൂടുതൽ ഡീവിയേഷൻ്റെ കാരണം അടക്കം പറഞ്ഞാണ്. കോപ്പി ചെയ്ത ഡയഗ്രാം അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വിച്ച് മെറ്റീരിയൽ ഇസ് ടു ഫിലമെൻറ്റ്? അതാ ഫിലമെൻറ്റ് ടങ്സ്റ്റൺ, ടങ്സ്റ്റൻ്റെ പ്രോപ്പർട്ടി പറഞ്ഞതാണ് വരുന്നത്, വന്നിരിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇതാ ഇത് മാത്രം കുറച്ച് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ 10 hour ലൈവിൻ്റെ നിങ്ങൾ അവസാനം വരെ ഇരുന്ന കുട്ടിയാണെങ്കിൽ ഞാൻ അവസാനം A+ ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ A+ ചോദ്യങ്ങളിൽ ഇതേ ചോദ്യം അല്ലെങ്കിലും സമാനമായിട്ടുള്ള 2 ചോദ്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 2 ചോദ്യങ്ങൾ അന്ന് അറ്റൻഡ് ചെയ്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയോ നിങ്ങൾ ആലോചിക്കുന്നത് 2 ohm വെച്ചിട്ട് സാർ 8 ohm ഉണ്ടാക്കാൻ എളുപ്പമാണ്. 8 ohm എങ്ങനെ ഉണ്ടാക്കുക? 4 സീരീസിലുണ്ട്, 4 സീരീസിലാണ് 8 ohm ഇട്ടു. സാർ 9 എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ 1 ohm. മക്കളെ ഞാൻ പറഞ്ഞിട്ടുണ്ട് 1 എന്ന് പറഞ്ഞാൽ 2ൻ്റെ പകുതിയാണ്. അവിടെ ഒരു ചോദ്യം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 12 ohm വെച്ചിട്ട് 6 ohm ഉണ്ടാക്കുന്ന ഒരു പരിപാടി. എങ്ങനെയായിരുന്നു ചെയ്യേണ്ടത്? 12ൻ്റെ പകുതിയാണ് 6 എങ്കിൽ 12നെ പാരലിൽ കണക്ട് ചെയ്യാൻ മതി എന്നുള്ള ട്രിക്ക് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ സെയിം ഐറ്റം അല്ലേ ഇവിടെ വന്നത്? 2 ohmൻ്റെ പകുതിയാണ് 1 ohm എക്സ്ട്രാ വേണ്ടത്. പാരലിൽ കണക്ട് ചെയ്യുക അവസാനം കഴിഞ്ഞ പരിപാടി. അപ്പോൾ എത്ര എണ്ണം വേണം? 1 2 3 4 5 6 എണ്ണം ഇങ്ങനെ കണക്ട് ചെയ്താൽ അങ്ങനെ കണക്ട് ചെയ്താൽ സാധനം കിട്ടും. പക്ഷേ ഇത് സ്കിപ്പ് ചെയ്തവർക്ക് എന്താണ് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവില്ല. സ്കിപ്പ് ചെയ്തവർക്കും ബാക്കിയുള്ള ചോദ്യങ്ങൾ ആൻസർ ചെയ്തിട്ട് ഫുൾ മാർക്ക് കിട്ടാനും ഈസി ആയിട്ട് പറ്റുമായിരുന്നു. സെയിം ക്വസ്റ്റ്യൻ. മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഡെവലപ്ഡ് ഓൺ സോളിനോയിഡ് ഇൻ ബോത്ത് ഓൺലി ഇൻ ദ സെക്കൻഡ് സർക്യൂട്ട്. എങ്ങനെയാ? രണ്ടിടത്തും കറണ്ട് ഇല്ലേ? കറണ്ട് ഉണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അവിടെ AC ആണ്, DC ആണെന്നല്ലേ ഉള്ളൂ. രണ്ടിടത്ത് കറണ്ട് ഉണ്ട്, രണ്ടിടത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പം നോ എന്ന് പറയണം. രണ്ടിലും കറണ്ട് ഉണ്ടെന്ന്, രണ്ടിലും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് പറയണം. ഇൻ വിച്ച് കറണ്ട്? എന്തുകൊണ്ടാണ് എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞാൽ രണ്ടിലും കറണ്ട് ഉണ്ടെന്ന് പറയണം. രണ്ടിലും സോളിനോയിഡിലും കറണ്ട് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അത്രേ ഉള്ളൂ. ഇൻ വിച്ച് സർക്യൂട്ട് കണ്ടിന്യൂസ് EMF ഇസ് ഇൻഡ്യൂസ് നെയിം എം. എവിടെയാണ് മക്കളെ സുസ്ഥിരമായിട്ടുള്ള EMF പ്രേരിതമാകുന്നത്? ഇവിടെ സുസ്ഥിരമായിട്ടുള്ള EMF പ്രേരിതമാവുമോ? ഇവിടെ വോൾട്ടേജ് ഉണ്ട്, പക്ഷേ ഇതിനുള്ളിൽ സെൽഫ് ഇൻഡക്ഷൻ വഴി ബാക്ക് EMF ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ. ബാക്ക് EMF ഉണ്ടാവണം. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് മക്കളെ. AC സോഴ്സും വേണം, സോളിനോയിഡും വേണം. രണ്ടും കൂടി വന്നാൽ മാത്രമേ ബാക്ക് EMF ഉണ്ടാവുള്ളൂ. അപ്പോൾ സുസ്ഥിരമായിട്ടുള്ള EMF ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ, ഇവിടെ വരുള്ളൂ. ഏതാണ് ഫിനോമിനൻ? സെൽഫ് ഇൻഡക്ഷൻ. നെയിം ആൻഡ് എക്സ്പ്ലെയിൻ. സെൽഫ് ഇൻഡക്ഷൻ ഡെഫിനേഷൻ എഴുതി വെക്കാം. എല്ലാം പഠിപ്പിച്ചതാണ്. ഇതാ ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. കോൺകേവ് മിറർ ശരിക്കും പറഞ്ഞാൽ ഇവിടേക്കാണ് വരേണ്ടത്. പക്ഷേ ഓൾവേസ് ഫോംസ് എൻലാർജ് മിറർ ശരിക്കും കോൺകേവ് മിററിനെ എൻലാർജ് പറ്റുള്ളൂ. പക്ഷേ ഇവർ എഴുതിയതിൽ തെറ്റുണ്ട്. ഓൾവേസ് ഫോംസ് എൻലാർജ് ഇമേജസ് എഴുതാൻ പാടില്ലായിരുന്നു. കാരണം കോൺകേവ് മിററിന് എൻലാർജ് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ല, കോൺകേവ് മിററിന് സെയിം സൈസ് മറ്റും ബിഗ് ഡാഡി മറന്നു പോകരുത്. അപ്പോൾ ഈ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ബാക്കിയുള്ള നോക്കുമ്പോൾ ഇതിങ്ങോട്ടുമാണ്, ഇതിങ്ങോട്ടുമാണ്. സീ ദ ഫേസ് ആണ്. പിന്നെ ഇത് ഇങ്ങോട്ടുമാണ്. എല്ലാത്തിൻ്റെയും യൂസസ് അടക്കം പഠിപ്പിച്ചതാണ്. അറിയുന്നവർ മാർക്ക് ചെയ്തിട്ടുണ്ടാവും, മുന്നോട്ട് പോവുക. എല്ലാ 8 കേസും പഠിപ്പിച്ചാൽ ഞാൻ പറഞ്ഞു 8 കേസിൽ ഒന്നാ വരുള്ളൂ. അത് പിന്നെ 8 കേസ് എല്ലാം പഠിപ്പിച്ച് കഴിഞ്ഞാൽ എല്ലാം ഒന്നല്ലേ വരുള്ളൂ സാറിന് ചോദിക്കാം. പക്ഷേ 8 കേസ് കൂടെ എത്ര മിനിറ്റ് കൊണ്ടാണ് പഠിപ്പിച്ചാൽ നോക്കി നോക്ക് പോയിട്ട്. ക്യാരക്ടറിസ്റ്റിക്സ് അതവിടെ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് കലോറിഫിക് വാല്യൂ. കലോറിഫിക് വാല്യൂ എന്താ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു? എവിടെയായിരുന്നു ഡെഫിനേഷൻ? ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡെഫിനേഷൻ പഠിപ്പിച്ചതാണ്, എഴുതി വെച്ചാൽ അവിടെ മാർക്ക് കിട്ടി. പിന്നെന്താണ്? വാട്ട് ആർ ദി എസെൻഷ്യൽ ഫാക്ടേഴ്സ് ഫോർ കംപ്ലീറ്റ് കമ്പഷൻ്റെ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്, അത് എഴുതി വെച്ചാൽ ആ മാർക്ക് കിട്ടി. വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ഫ്യൂവൽ? ഞാൻ എത്ര 5 എണ്ണം പഠിപ്പിച്ചിട്ടുണ്ട്. 3 എണ്ണം എഴുതി വെച്ചാൽ അവിടെ മാർക്ക് കിട്ടി. 3 എണ്ണം എഴുതി വെച്ചാൽ മതി. ലോ കോസ്റ്റ് ആണ് അല്ലേ. നമ്മൾ രാവിലെ മോർണിംഗ് ബൂസ്റ്ററിൽ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സിമ്പിളായിട്ട് ഓർത്ത് വെക്കാം. LNGക്ക് എന്താണ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഈസിയാണ്, മറ്റേ ഹൈഡ്രജന് കലോറിഫിക് വാല്യൂ കൂടുതലാണെന്നും LPGക്ക് കോസ്റ്റ് കുറവാണെന്നുള്ള ആരും എഴുതി വെച്ചിരുന്നാൽ അവിടെ മാറും. മോർണിംഗ് ബൂസ്റ്റർ കണ്ട കുട്ടിക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇത് റെസിസ്റ്റൻസ് ഓഫ് ഇലക്ട്രിക്കൽ ഡിവൈസ്. സെയിം ചോദ്യം. റെസിസ്റ്റൻസ് ഓഫ് 230 വോൾട്ട് 450 460 ഓം. ആകെ വ്യത്യാസമുള്ളത് ഇവിടെ എന്താണ്? ഹീറ്റ് ഡയറക്റ്റ് ചോദിച്ചു. ഇവിടെ എന്താണ്? കറണ്ട് ചോദിച്ചു. കറണ്ട് ചോദിച്ചപ്പോൾ V = IR ഉപയോഗിച്ചിട്ട് കറണ്ട് കണ്ടുപിടിക്കുക. പിന്നെ പവർ ചോദിച്ചു, പിന്നെ ഹീറ്റ് ചോദിച്ചു. അവസാനം സെയിം ചോദ്യമാണ്, സെയിം ന്യൂമറിക്കലാണ്. സെയിം ആൻസർ ആയിരുന്നു നമ്മൾ ക്ലാസ്സിൽ ചെയ്തത്. ഇതൊന്നും എൻ്റെ പഴയ ക്ലാസ് എന്നുള്ള ഇതൊന്നുമല്ല. പഴയ ക്ലാസ്സിന് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കിട്ടും. അതല്ല,
കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ടുള്ള ലൈവിൽ നിന്ന് മാത്രം എടുത്തിരിക്കുന്നതാണെന്നുള്ള കാര്യം മറക്കരുത്. അടുത്ത പിടിക്കുക. ട്രാൻസ്ഫോമർ ആസ് ഇത്ര ടേൺസ്. മക്കളെ പ്രൈമറിയിൽ കുറവാണ്, സെക്കൻഡറിയിൽ കൂടുതലാണ്. സെക്കൻഡറിയിൽ കൂടുതലാണെങ്കിൽ സെക്കൻഡറിയിൽ വോൾട്ടേജ് കൂടുതലായിരിക്കും, പ്രൈമറിയിലായിരിക്കും കറണ്ട് കൂടുതൽ. നേരെ തിരിച്ചായിരിക്കുന്നത്. പഠിപ്പിച്ചതല്ലേ. പ്രൈമറിയിൽ കറണ്ട് കൂടുതൽ, എവിടെയാണ് കറണ്ട് കൂടുതൽ അവിടെ തിക്ക് വയസ്സ്. അപ്പോൾ പ്രൈമറിയിലായിരിക്കും തിക്ക് വയസ്സ്. എക്സ്പ്ലെയിൻ ഹാവ് ഇലക്ട്രിക് മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ ഡെഫിനിഷൻ എഴുതി വെക്കുക, മാർക്ക് വീണു, അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ വാക്കുകൾ എന്തെങ്കിലും എഴുതി വെച്ചില്ല, അങ്ങനെ മാർക്ക് കിട്ടും. ഇത് കുറച്ച് ചിന്തിക്കേണ്ട ചോദ്യമായിരുന്നു, എന്നാലും ഭയങ്കര ഇതൊന്നും ഇല്ലായിരുന്നു. മാഗ്നിഫിക്കേഷൻ്റെ ഫോർമുല അറിയുന്ന കുട്ടികൾക്ക് അറിയാം, മാഗ്നിഫിക്കേഷൻ -v/u ആണെന്നുള്ള കാര്യം അറിയാം. അപ്പോൾ ആ ഫോർമുലയിൽ കൊണ്ടിട്ട് കൊടുത്താൽ നിങ്ങൾക്ക് നെഗറ്റീവ് സൈൻ എന്താണെന്നുള്ള കാര്യം വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇൻവേർട്ടഡ് ആണെന്നുള്ള കാര്യം എത്രയോ പ്രാവശ്യം പറയുന്നുണ്ട്. ഹൗ ഫാർ ദ പോൾ ഫ്രം ദി പോൾ ഓഫ് ദി മിറർ ഈസ് ഇമേജ് ഫോം. ഇമേജ് കണ്ടുപിടിക്കുക എങ്ങനെയാണ്? മാഗ്നിഫിക്കേഷൻ ഫോർമുലയിൽ കൊണ്ടിട്ട് കൊടുക്കുക. u എത്രയാണ്? -40, മാഗ്നിഫിക്കേഷൻ -4 ഇട്ട് കൊടുത്താൽ അവസാനം -160 കിട്ടും. കാൽക്കുലേഷൻ ചിലപ്പോൾ കുറച്ചൊരു വെറുപ്പിക്കലായിട്ടുണ്ടാകും, പക്ഷേ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ഡയറക്റ്റ് ഈ ഫോർമുല ഇട്ട് കൊടുക്കുക, അവസാനം ആൻസർ ഇട്ട് -32 ആണ്. എന്തെങ്കിലും കാൽക്കുലേഷൻ മിസ്റ്റേക്സ് എൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. പെട്ടെന്ന് ചെയ്തുകൊണ്ട് ചിലപ്പോൾ അതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, നിങ്ങളെ അറിയിച്ചാൽ മതി. ഓക്കെ, ഇത് സിമ്പിൾ ചോദ്യമാണ്. ക്രിട്ടിക്കൽ ആംഗിൾ 42 ഡിഗ്രിയാണ്, 52 ഡിഗ്രി പറപ്പിച്ച് വിട്ടാൽ എന്താ സംഭവിക്കുക? ക്രിട്ടിക്കൽ ആംഗിളേക്കാൾ കൂടുതലാണെങ്കിൽ ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് ക്രിട്ടിക്കൽ ആംഗിൾ മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം ഷോർട്ട് നോട്ട്സിൽ അപ്പുറത്തെ സൈഡിൽ നിന്നുണ്ടായിരുന്നു, തൊട്ടപ്പുറത്ത് നിന്നുണ്ടായിരുന്നു. TIR വളരെ ഡീറ്റെയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ബേസിക്കലി എന്താ സംഭവിക്കുക? ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വെച്ചിട്ടുണ്ട് എഴുതി വെക്കുക. വാട്ട് ഹാപ്പൻസ് ടു ഗിവൻ ഇൻസിഡന്റ് റേ? എന്താ സംഭവിക്കുക? ക്രിട്ടിക്കൽ ആംഗിൾ നിങ്ങൾ കൂടുതലാണ്. അപ്പോൾ ടോട്ടൽ ഉണ്ടാകുന്ന പ്രശ്നം വെച്ച് ഇങ്ങനെ ലൈറ്റും കൂടെ വരച്ചു വെക്കുക. ലൈറ്റ് വരച്ചും വെക്കുക, പൂർണ്ണമായി റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് വരുന്ന കൂടെയാണ് എഴുതി വെച്ചാൽ നല്ല കാര്യം, അത്രേ ഉള്ളൂ. എക്സ്പ്ലെയിൻ ദ ഫിനോമിനൻ. TIR ഡെഫിനിഷൻ എഴുതി വെക്കുക, പരിപാടി തീർന്നു. ലാസ്റ്റ് ചോദ്യം, സെയിം ചോദ്യം. ഒരു പാത്ത് ഓഫ് സൺലൈറ്റ് എവിടെ പോയി? പാത്ത് ഓഫ് സൺലൈറ്റ് പാത്ത് ഓഫ് സൺലൈറ്റ് ഇല്ലേ? വിസിബിൾ ഇൻ മിസ്റ്റി മോർണിംഗ്. അവിടെ പോയി മിസ്റ്റി ഫ്രോസ്റ്റി മോർണിംഗ് ദ പാത്ത് ഓഫ് സൺലൈറ്റ്, അതുണ്ട്. ന്യൂട്ടൺസ് കളർ ഡിസ്ക് അവിടെ പോയി റാപ്പിഡ്ലി റൊട്ടേറ്റിംഗ് ന്യൂട്ടൺസ് കളർ ഡിസ്ക്. റൈസിംഗ് ആൻഡ് സെറ്റിംഗ് സൺ. ആകെ ഈ സാധനം മാത്രമേ ഈ ചോദ്യത്തിൽ ഇല്ലാത്തതുള്ളൂ, പക്ഷേ എപ്പോഴും പറയുന്നതാണ്. എന്തുകൊണ്ടാണ് സ്കൈൻ്റെ കളർ ബ്ലൂ ആവുന്നത്? സ്കാറ്ററിംഗ് മൂനാണ്. അത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതും കിട്ടി. മക്കളെ, നമ്മുടെ അലൻസാർ ഇത് അവിടെ ഉണ്ട്. അലൻസാർ നമ്മുടെ അലൻസാർ ഇങ്ങനെ പഠിച്ചിരിക്കൊന്നും വേണ്ട. അലൻസാർ ഇതാ ഇപ്പോൾ വരും. അലൻസാർ മുടിയൊക്കെ ഒന്ന് സ്റ്റൈലാക്കിയിട്ട് അലൻസാർ വരും. മക്കളെ, അതാ ലൈറ്റ് ഒന്ന് വീണ്ടും കൂട്ടണേ, നമ്മുടെ ലൈവാണ് ഓർമ്മ വരും അലൻസാർ. അപ്പം ഇത്രയുള്ളൂ സംഭവിച്ചത്. എക്സാം വിന്നറിൻ്റെ ക്ലാസ് കണ്ട കുട്ടികൾക്ക് ഫോളോ ഇത് പണ്ട് മുതലേ കാണണ്ട, കഴിഞ്ഞ 2 ദിവസം കണ്ട കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. കമന്റ് ബോക്സിൽ ഞാൻ അങ്ങനെ കണ്ടത്, ഞാൻ ലൈവിൽ ഇതിന്റെ ആദ്യം പറയായിരുന്നു. അതായത് കുറച്ച് കുട്ടികൾ ടഫായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ എക്സാമിനർ ക്ലാസ് കൊണ്ടുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് കുട്ടികൾ കമന്റ് ബോക്സിൽ അറിയിച്ചു. 1-2 കുട്ടികൾ എപ്പോഴും എന്താ എക്സാമിനർ ലൈവ് വന്നിട്ടൊന്ന് കണ്ടിട്ട് പോകും, ഒരു പേരിന് 5 മിനിറ്റിൽ കണ്ടിട്ട് മറ്റേ കോഴിക്കളി മനസ്സിലല്ലേ? അല്ല, അവർക്ക് ടഫായിരിക്കും. അവർക്കല്ല അങ്ങനെ നിങ്ങൾ എങ്ങനെ പഠിച്ചാലും മക്കളെ ഒപ്പിച്ച് പഠിച്ചിട്ടോ അല്ലെ ഒരു എന്റെ ലൈവ് തന്നെ നിങ്ങൾ ഐസക് ന്യൂട്ടന്റെ ക്ലാസ് പോയിട്ട് 5 മിനിറ്റ് കണ്ടിട്ട് പറയാണ് കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എഫേർട്ട് ഇടണം, അതിനുവേണ്ടി എഫേർട്ട് എടുക്കുക. ഏറ്റവും ബെസ്റ്റ് ക്ലാസ് കണ്ടവർക്ക് എല്ലാ സംഭവം കിട്ടുന്ന പ്രൂഫ് വന്നിട്ടുണ്ട്. അതും ഞാൻ എന്താ ചെയ്തിട്ടില്ല, പരീക്ഷ തലേന്ന് വന്നിട്ട് രാത്രി പഠിപ്പിച്ചൊന്നല്ലത്. ഇത് അതിന്റെ ഒരു പരീക്ഷയുടെ മുൻപുള്ള ദിവസം രാത്രി പഠിപ്പിച്ച് തീർത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ പഠിക്കാൻ പറഞ്ഞ് വൈകുന്നേരത്തെ ലൈവ് ഷോർട്ടാക്കി വെച്ചതൊക്കെ എന്തിനാണ്? പഠിക്കാൻ സമയം തരാൻ വേണ്ടിയിട്ടാണ്. അതിൽ കൂടുതൽ ഇപ്പം എന്താ എനിക്ക് ചെയ്യാൻ പറ്റുക? പിന്നെ ചോദിക്കരുത് സാർ അതിപ്പോൾ അവസാനം പഠിപ്പിച്ചല്ലേ. മക്കളെ, ഞാനിവിടെ അവസാനം മാത്രമല്ല പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആദ്യം ഒന്നെങ്കിൽ നിങ്ങൾ അപ്പം കണ്ടവരായിരിക്കണം, അപ്പം കണ്ടവർക്ക് അത് മതി, അല്ലെങ്കിൽ നിങ്ങൾ അവസാനം കണ്ടവരായിരിക്കും. ഏതെങ്കിലും ഒന്നല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം എനിക്ക് അല്ലെ പിന്നെ ഓബ്വിയസ്ലി ഞാൻ സിമ്പത്തൈസ് ചെയ്യുന്നു. ചില കുട്ടികൾ ചിലപ്പം ലൈവ് ക്ലാസ് നമ്മുടെ ഫോളോ ചെയ്യാത്തവരോ അല്ലെങ്കിൽ എന്താണെനിക്ക് അറിയില്ല എന്തുകൊണ്ടോ ചിലപ്പോൾ നിങ്ങളെ പരീക്ഷ ടഫായിട്ടുണ്ടാവും. അപ്പൊ അതിന് പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പൊതുവേ ഇവാലുവേഷൻ വളരെ സിമ്പിൾ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓവർ ടെൻഷൻ അടിക്കേണ്ട. പിന്നെ ഒരു കാര്യം അറിയാലോ, ഇനിയുള്ള പരീക്ഷകളും ഇതേ മോഡലിലായിരിക്കും. ഹിന്ദി ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, ഷോർട്ട് നോട്ട്സ് വെച്ചിട്ട് ഷോർട്ട് നോട്ട്സിന്റെ പവർ ഇന്ന് കുട്ടികൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. കാരണം അതിന് മാത്രം അത് വെറുതെ എൻ്റെ ക്ലാസ് കേൾക്കാണ്ട് അത് ഫുള്ളായിട്ട് വായിച്ചു പോയ കുട്ടിക്ക് ഒരു 80% മാർക്ക്. കാരണം ചിലത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരില്ല, അതുകൊണ്ടാണ്. വെറുതെ വായിച്ചു പോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അത് നോക്കിയിട്ട് വെക്കുക, എപ്പോഴും അത് നോക്കിയാൽ മതി, വേറെ നിങ്ങളുടെ നോട്ട്സ് ഒന്നും വേണ്ട. അതെ. അപ്പം മക്കളെ, കെമിസ്ട്രിയും ഇന്ന് മുതൽ കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്യും. ഇന്ന് 10 മണിക്കൂറൊന്നും ഇല്ല, പക്ഷെ 10 മണിക്കൂറിന് ഒരു ഐറ്റം വരും. പക്ഷേ സെയിം കാര്യമായിരിക്കും ഇനിയുള്ള പരീക്ഷകളിൽ നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇതിൽ എല്ലാ എക്സാം കഴിയുമ്പോൾ എക്സാമിനർ ഇതുപോലത്തെ ഒരു ഐറ്റം കാച്ചു. നിങ്ങൾ അതിൽ പങ്കെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ നിങ്ങൾക്ക്, അത് നിങ്ങളുടെ തീരുമാനമാണ്. അതിനനുസരിച്ച് നിങ്ങളുടെ എക്സാമിന് വ്യത്യാസം വരും.
ഓൾറെഡി എക്സാമിനർ ക്ലാസ് കണ്ടവർക്ക് അറിയാം പവർ എന്താണ്. കൂടുതൽ ഞാൻ പറയുന്നില്ല. പിന്നെ വാക്സിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മക്കളെ. ഞാൻ ഇത്രയും നേരം ഞാൻ കഴിഞ്ഞ ദിവസം ഒന്നും വാക്സിനെ പറ്റി പറഞ്ഞില്ല എന്ന് പറയുന്നത്. അലൻ സാർ മാത്രമേ പറഞ്ഞില്ലേ. ഇനി ഞാൻ വാക്സിനെ പറ്റി പറയും. ഇനി ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം എനിക്ക് ഞാൻ ഡിസേർവ് ചെയ്യുന്നുണ്ട്. കാരണം അത്രയും പണിയെടുത്തിട്ട് ഇനി അങ്ങോട്ടും പണിയെടുക്കുന്നു അറിയാം എനിക്ക്. മനസ്സിലായില്ലേ? ഞാൻ പറയുന്നത് ആ 10ാം ക്ലാസ്സിൽ അലക്സ് സാർ പണിയെടുത്തു, മാർക്ക് കിട്ടി പിള്ളേർക്ക്, അങ്ങനെയല്ല പറയുന്നത്. ഇനി അങ്ങോട്ടും ഇതേപോലെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇതാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. മനസ്സിലായില്ലേ? ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഇത് നിങ്ങൾക്ക് കാര്യമുണ്ടെന്ന് തോന്നുന്നെങ്കിൽ +1 ഇതാണ് കിട്ടുക, ജോയിൻ ചെയ്യാൻ. +1 കൂടുതൽ ആവശ്യമുണ്ട്. ഞങ്ങൾ വെറുതെ പറയല്ല. 1ാം ക്ലാസ്സിൽ വന്നിട്ട് ഞങ്ങൾ പറയില്ല നിങ്ങൾ ബാച്ച് ജോയിൻ ചെയ്ത് പൊട്ടൂല, അങ്ങനെയല്ല പറയുന്നത്. 11ാം ക്ലാസ് ആണ് വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ വർഷമാണ്. ആൻഡ് പഠിക്കുന്ന സംഭവങ്ങൾ ഇതൊക്കെ അവിടുത്തെ വെറും പുല്ലെന്ന് പറയാൻ പറ്റുന്ന ലെവൽ സാധനങ്ങളാണ്. അപ്പോൾ 11th നന്നായിട്ട് ഈ എക്സാം തരുന്ന ടീമിനോട് ഈ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന ക്ലാസ് തന്നെ കണ്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യണം. ഒരിക്കലും നിങ്ങൾ നിർബന്ധിക്കല്ല. ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ആദ്യം മുതലേ പഠിച്ചു തുടങ്ങാം. ആൻഡ് നല്ല ഫുൾ മാർക്ക് തന്നെ മേടിക്കാം. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കുറേ ആൾക്കാർ അഡ്മിഷൻ എടുക്കുന്നുണ്ട് ഇപ്പം. പക്ഷെ എന്നാലും കുറേ ആൾക്കാർക്ക് അറിയില്ല ബാച്ച് ഉണ്ടെന്ന്. 3 മാസം കഴിഞ്ഞിട്ട് ചോദിക്കും സാർ എന്താ അപ്പം ബാച്ചിനെ പറ്റി പറയാത്തതെന്ന്. ഓക്കെ, ബാച്ച് ഉണ്ട്. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താഴെ ഉണ്ടെങ്കിൽ ഇവിടെ നമ്പർ ഉണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യാം. പിന്നെ ഞങ്ങളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ ഓണസ്റ്റ് എക്സ്പീരിയൻസ്. വേറൊന്നും പറയാനില്ല. വീഡിയോ ക്ലോസ് ചെയ്യാണ്, ഇത് അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, ബൈ ബൈ.